ഇതിപ്പം നമ്മൾ ഫ്രീ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. 5 ടെമ്പറേച്ചർ ഉണ്ടാവും. എന്താ ഈ ട്യൂബിൻ്റെ 7 ടെമ്പറേച്ചർ. അപ്പോൾ നമ്മുടെ എന്താണ് സർഫസ് ടെമ്പറേച്ചർ, ആ ട്യൂബിൻ്റെ ആവറേജ് സർഫസ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 7 എണ്ണമാണല്ലോ. ഇത് മൊത്തം കൂട്ടിയിട്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കിട്ടും. ഇനി ഇപ്പം പറഞ്ഞല്ലോ നമ്മളെന്ത്, ഇതാണ് ഇതിൻ്റെ സർഫസ് ടെമ്പറേച്ചർ, ഈ സാധനം, ഈ 7 എണ്ണം. പിന്നെ വരുന്നൊരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ HMTയിൽ ആ പ്രോബ്ലം ഒക്കെ ചെയ്തില്ലേ, ഈ സാധനം 2 ടെമ്പറേച്ചറാണ് ഉണ്ടാവും. ഇപ്പം ഇതാണ് നമ്മുടെ പ്ലേറ്റെങ്കിൽ, നമ്മളിപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂൾ പറയുകയാണ്, ഈ കാറ്റില്ലേ ഇതിൻ്റെ ചുറ്റുമുള്ള എയർ, ഇതിപ്പം ഫോഴ്സ്ഡ് കൺവെക്ഷൻ അല്ല. അപ്പോൾ ഈ കാറ്റിനൊരു ടെമ്പറേച്ചർ ഉണ്ടാവില്ലേ, അതിന് ഞാൻ T ആൽഫ എന്ന് കൊടുത്തു. ഇതിന് T സർഫസ് ടെമ്പറേച്ചർ TS എന്ന് കൊടുത്തു. അപ്പോൾ ഈ TS ഇല്ലേ, TS ആണെന്ത് നമ്മളിവിടെ ആവറേജ് ആയിട്ട് കണ്ടുപിടിച്ചത്. ഇനി ഇതിന് ചുറ്റുമുള്ള എയർ ഇല്ലേ, അതാണ് നമ്മൾ ചേംബർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞെടുത്തത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ആവറേജാണ് ഈ ഫിലിം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇത് TS എന്ത് സർഫസ് ടെമ്പറേച്ചർ, ആംബിയൻ്റ് ടെമ്പറേച്ചർ T എന്താണ് AO അല്ലെങ്കിൽ ഇൻഫിനിറ്റി അല്ലെങ്കിൽ T ആൽഫ. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയിട്ടാണ് എന്ത് നമ്മൾ മീൻ ടെമ്പറേച്ചർ എടുക്കുന്നത്. മീൻ ടെമ്പറേച്ചർ എടുത്തു, എത്രയാണ് 37 പോയിൻ്റ് ഇത്ര കിട്ടി. പിന്നെ നമ്മൾ ഡാറ്റ ബുക്കിൽ നിന്നാണ് എന്ത് ഇതിൻ്റെ വാല്യൂസ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള എന്ത് കിട്ടണം, ഇത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, നസൽട്ട് നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നസൽട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ഇതാ ഈ സാധനം, ഈ വലിയ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമ്മുടെ ഡാറ്റ ബുക്കിലുണ്ട്, പഠിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ആ ഇക്വേഷൻ എന്താണ്, ഇത് ഫ്രീ കൺവെക്ഷൻ ആണല്ലോ. അപ്പോൾ ഡാറ്റ ബുക്കിൽ ഫ്രീ കൺവെക്ഷൻ എന്ന് പറഞ്ഞ സാധനം എടുക്കുക. ഫ്രീ കൺവെക്ഷനിൽ ഈ ഒരു ഇക്വേഷൻ കണ്ട, ഇതാണ് സാധനം. എന്ന് വെച്ചാൽ ഓൾ വാല്യൂസ് ഓഫ് GR ആൻഡ് PR, GRും PR ഒക്കെ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമ്മുടെ ഡാറ്റ ബുക്കിലുണ്ട്. പേജ് നമ്പർ 123 പേജ് നമ്പർ 123 എടുത്ത് നോക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇക്വേഷനിൽ ഇപ്പോൾ ഇത് 0.81 നമുക്കറിയാം, 1 ഈ സാധനമൊക്കെ നമുക്ക് കിട്ടും. ഈ ഇക്വേഷനിൽ നമുക്ക് അറിയാത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് GR, പിന്നെ ഒന്ന് PR. ഈ GRും PRും കണ്ടുപിടിക്കാനാണ് നമ്മൾ ആ ഡാറ്റ ബുക്ക് ഉപയോഗിക്കുന്നത്. കണ്ട ഈ പേജ് നമ്പർ, ഇത് പ്രോപ്പർട്ടി വാല്യൂ ഓഫ് എയർ ആണ്, എത്ര 45. ഇതൊക്കെ നമ്മൾ ഇൻഡെക്സിലുണ്ടാവും. അപ്പോൾ എനിക്ക് കിട്ടിയ ആവറേജ് ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കൂ. എനിക്ക് കിട്ടിയ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 37.37 എന്നാണ്. അത് എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക. ഞാൻ ടെമ്പറേച്ചർ 30th വാല്യൂ എടുത്തു, 40th വാല്യൂവിലും മ്യൂ കണ്ടുപിടിച്ചു, PR കണ്ടുപിടിച്ചു, K കണ്ടുപിടിച്ചു. ഈ 3 സാധനമാണ് വേണ്ടത്. അത് ഇൻ്റർപോളേഷൻ വഴി കണ്ടുപിടിക്കും. ഇൻ്റർപോളേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇൻ്റർപോളേഷൻ്റെ ഇക്വേഷൻ. ഈ ഓർത്ത് വെക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സ്ഥലത്ത് മൊത്തം എന്താണ്, ഒരു സ്ഥലത്ത് മൊത്തം എക്സിൻ്റെ ടേമാണ്, കണ്ടില്ലേ. ഒരു സ്ഥലത്ത് മൊത്തം എക്സിൻ്റെ ടേമാണ്, മറ്റേ സ്ഥലമാണെങ്കിൽ ഫുൾ എന്താണ് Y ആണ്. ആ സാധനം നേരിട്ട് അങ്ങ് എടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ എന്താ കൊടുത്തതെന്ന് വെച്ചാൽ, ഈ Yൻ്റെ സ്ഥലത്ത് ഞാൻ ടെമ്പറേച്ചർ കൊടുത്തു. ഇപ്പോൾ എനിക്കറിയുന്ന Y2 എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയുന്ന മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ്, 40 മൈനസ് 30. ഇപ്പോൾ അതാ Yൻ്റെ വാല്യൂ ആണ് ഞാൻ കൊടുക്കുന്നത്, പറഞ്ഞല്ലോ. ഇപ്പോൾ Y1 എന്ന് പറഞ്ഞാൽ 40 ആണ്, അല്ല Y1 അല്ല Y2 എന്ന് പറഞ്ഞാൽ 40, വലിയ വാല്യൂ. ചെറിയ വാല്യൂ 30. ഈ Y എന്ന് പറഞ്ഞാൽ എൻ്റെ അൺനോൺ ആണ്, എനിക്ക് എത്രയിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 37.37 ആണല്ലോ. അപ്പോൾ അതാണ് എൻ്റെ Y1 എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. ഇനി എൻ്റെ ഇപ്പുറത്തെ വാല്യൂയോ, ഞാൻ ആദ്യം മ്യൂ ആണ് കണ്ടുപിടിക്കുന്നത്, ഡൈനാമിക് വിസ്കോസിറ്റി. ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ,
എടാ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞത് എന്തോ പോസായിപ്പോയി. ഈ 30ൻ്റെ വാല്യൂ ഉണ്ട്, 40ൻ്റെ വാല്യൂ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ മറ്റേ മ്യൂ, ഈ മ്യൂവിൻ്റെ 30ൻ്റെ വാല്യൂത്തെ സാധനങ്ങൾ എടുക്കുക. അപ്പോൾ വെറുതെ ഒരു കള്ളി വരയ്ക്കുകയാണെങ്കിൽ ഇത് വരയ്ക്കുമ്പം ഇതുണ്ടല്ലേ 30ൻ്റെ വാല്യൂ ഉള്ള സാധനങ്ങളാണിത്. ഈ ഡെൻസിറ്റി, മ്യൂവ്, ഇത് മ്യൂ, ആൽഫ, പി ആർ. ഈ പി ആർ ആണ് നമുക്ക് ആദ്യത്തെ ആവശ്യം. പി ആർ 1ൻ്റെ വാല്യൂ ഇതും, മറ്റേൻ്റെ വാല്യൂ ഇത് താഴത്തെ. സി പി നമുക്ക് ആവശ്യമില്ല, കെൻ്റെ വാല്യൂ നമുക്ക് ആവശ്യമുണ്ട്, ഇതും ആവശ്യമുണ്ട്, ഇതും ആവശ്യമുണ്ട്. പിന്നെ ഇത് അപ്പോൾ നമ്മളെന്താ ഇതിനെ വെച്ച് മറ്റേത് കണ്ടുപിടിക്കുകയാണ്. ഇത് വെച്ച് എന്താണ് മറ്റേത് ഈ സാധനങ്ങൾ കണ്ടുപിടിച്ച് ഈ മ്യൂ ആണെന്ത് എനിക്ക് കണ്ടു. ഈ മ്യൂ തിരിച്ചിട്ട് എനിക്ക് കണ്ടുപിടിച്ചൂടെ? അത് കണ്ടുപിടിച്ചതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, എന്നിട്ട് മ്യൂവിൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടി. മ്യൂ കാണിക്കുക പ്രാഡൽ നമ്പർ പി ആർ ഞാൻ കണ്ടുപിടിക്കും, പിന്നെ കെൻ്റെ വാല്യൂ ഞാൻ കണ്ടുപിടിക്കും, അത് കിട്ടി. ഇനിയിപ്പോൾ ജി ആറിൻ്റെ ഇക്വേഷനാണിത്. ഇതും നമ്മുടെ ഡാറ്റാ ബുക്കിലുണ്ട്. ഡാറ്റാ ബുക്കിൽ പേജ് ഉണ്ടല്ലോ, പേജ് 123 നോൺ ഡയമെൻഷണൽ നമ്പർ എന്ന് പറഞ്ഞതിൽ ഇതുണ്ട്, ജി ആർ ഉണ്ട്. ആ ജി ആറിൽ നമുക്കിപ്പം ജി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി എന്നറിയാം, ബീറ്റ എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ് 1/Tm എന്ന് വെച്ചാൽ മറ്റേ മീൻ ടെമ്പറേച്ചർ കണ്ടുപിടിച്ചില്ലേ ഇവിടെയുള്ള, അത് കെൽവിനിൽ കൊടുക്കണം. അപ്പം നമുക്കെന്താണ് ഈ നമ്പർ കിട്ടും, കഴിഞ്ഞ് നമ്മളത് എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് ഹാപ്പി ആയി. ഇനി ആക്ച്വൽ വാല്യൂ ഓഫ് എച്ചിൻ്റെ വാല്യൂയും കൂടി കണ്ടുപിടിക്കണം. ആക്ച്വൽ വാല്യൂ ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഇൻപുട്ട് ഈസ് ഈക്വൽ ടു ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കൺവെക്ഷൻ ബൈ ഇത്. അപ്പോൾ നമ്മൾ ഹീറ്റ് എത്ര റേഡിയേഷനായി പോകുന്നുണ്ട് നമ്മൾ കണ്ടുപിടിക്കും. ഹീറ്റ് ഇത്ര റേഡിയേഷനായി പോകുന്നുണ്ട്. ഇനി ക്യൂ ടോട്ടലിൽ നിന്ന് ഇത് 2 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ടോട്ടൽ ക്യൂ അറിയാം. അപ്പം അവിടെ നിന്ന് എച്ച് കണ്ടുപിടിക്കുക. ഇതെന്താ ന്യൂട്ടൺസ് ലോ ആണ്. എച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ക്യൂ ഈസ് ഈക്വൽ ടു എച്ച് എ ഡെൽറ്റ ടി. അപ്പോൾ ഈ ഡെൽറ്റ ടിയിൽ നമുക്കെന്താ ക്യൂ അറിയാം, ഏരിയ അറിയാം, ഡെൽറ്റ ടി. അപ്പം നമുക്ക് ഇവിടുന്ന് എച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ എച്ച് എനിക്ക് തിയററ്റിക്കൽ വാല്യൂ 12.23 കിട്ടി. അതാണ് സാധനം.